ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ SDPയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ജലീൽ സഖാഫി, വേദിയിൽ എനിക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ജോൺസൺ കണ്ടച്ചറ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ഷബീർ, അഡ്വക്കേറ്റ് EK മുഹമ്മദ് അലി, നാസർ മാസ്റ്റർ, വേദിയിലുള്ള ഷബീർ ചോമ്പാല, ബാലൻ നെടുവണ്ണൂർ, സ്വാഗതം ആശംസിച്ച KP ഗോപി, വനിതാ സംഘാടകയും പാർട്ടിയുടെ നേതാവുമായ സരിത, വേദിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മണ്ഡലം ജില്ലാ ഭാരവാഹികളെ, പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ, പ്രബുദ്ധരായ നാട്ടുകാരെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ രാജ്യം അതിപ്രധാനമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ജൂൺ 5-ാം തീയതി വോട്ടെണ്ണി തീരുമ്പോൾ രാജ്യം ആര് ഭരിക്കണമെന്ന് ആകാംക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡലം ഇന്ന് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും പ്രചോദിപ്പിച്ചിട്ടുള്ള വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരമൊരു പ്രതിഷേധം എന്തുകൊണ്ടാണ് SDP സംഘടിപ്പിക്കുന്നത് എന്നത് നിങ്ങൾക്ക് വ്യക്തമാണ്. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലും 4-ാം ഘട്ടത്തിലേക്കും അതിനുശേഷം അടുത്ത അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ വർഗീയമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മറ്റ് കേരളത്തിൽ തമ്മിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണി വെക്കുന്ന മുദ്രാവാക്യത്തെ അപകീർത്തികരമായി എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് എന്ന് ദേശീയ തലത്തിൽ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിലെ ചെറിയ പരാമർശങ്ങളിൽ പോലും വർഗീയമായ വിഷം കുത്തി നിറച്ച് അത് നുണകളായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു പരിപാടിയിലാണ് രാജ്യത്തെ പ്രധാനമന്ത്രി. ലോകരാഷ്ട്രങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ പ്രബലമായ സാമൂഹ്യ വിഭാഗങ്ങളെ വംശീയമായ ഉള്ളടക്കത്തോടെ രാജ്യത്ത് 2ാംകിട പൗരന്മാരെന്ന വ്യംഗ്യേന ലോകത്തിന്റെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെതിരെ ഇന്ത്യയിലെമ്പാടും ഗോദി മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് പോലും, അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ അവസാന നിമിഷം എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുകയാണ്. ആ സമയത്താണ് ജനാധിപത്യ കേരളത്തിന്റെ പ്രബുദ്ധമായ വടകരയിൽ നാദാപുരവും കുറ്റിയാടിയും പേരാമ്പ്രയും വടകരയും ഒക്കെ അടങ്ങുന്ന ഒരുപക്ഷെ സാംസ്കാരികമായി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, നാടക പ്രവർത്തകർ, സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരെ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ സൃഷ്ടിച്ചിട്ടുള്ള വടകര എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തോടെ മാത്രം നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും വിദ്വേഷജനകമായ, പരസ്പരം ചെളിവാരിയെറിയുന്ന, നാളെ നരേന്ദ്രമോദിയുടെ അനുചരന്മാർക്ക്
വടകരയിൽ വർഗീയമായ സംഘർഷമുണ്ടാക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിൽ ഈ പ്രശ്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഒരുപക്ഷെ കേരളത്തിലെ CPM-ന്റെ സമുന്നതിയായ നേതാവ് KK ശൈലജ മത്സരിക്കാൻ വരുമ്പോൾ അവർക്കെതിരെ K മുരളീധരൻ നോമിനേഷൻ കൊടുക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച സന്ദർഭത്തിൽ ഏറ്റവും തീവാർന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുണ്ടാകാം. പക്ഷേ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് കൂറുമാറുകയും ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുരളീധരൻ തൃശൂർ BJP-യുടെ വിന്നിംഗ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ നേരിടാൻ അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് UDF അവരുടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല. രാഷ്ട്രീയമായി നടക്കേണ്ട ഒരു മത്സരത്തെ 1.5 മാസത്തോളം സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വർഗീയമായ വിഷം നിറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവസാനിച്ചിട്ടില്ല. DYFI പോലുള്ള പ്രസ്ഥാനത്തിന്റെ, യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ് വടകരയിൽ വന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കേരളത്തിൽ ഇപ്പോഴും മാധ്യമങ്ങളിൽ നമുക്ക് ലഭ്യമാണ്. എന്താണ് വടകര? വടകരയിലെ ജനങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ? വടകരയിലെ ജനങ്ങൾ, സമ്മതിദായകർ മുഴുവൻ ഏതെങ്കിലും പ്രത്യേകമായ സാമൂഹ്യ വിഭാഗത്തിന് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാണോ? എന്താണ് അവർ ചെയ്യുന്നത്? ഇത്രമാത്രം ഊർജ്ജസ്വലതയോടെ, ഇത്രമാത്രം രാഷ്ട്രീയ പക്വതയോടെ പോളിംഗ് ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തൊരു സമൂഹത്തെ തെരഞ്ഞെടുപ്പിന് ശേഷവും വർഗീയമായി വിഭജിക്കുന്ന ഒരു അന്തരീക്ഷം വടകരയിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണത്? ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ അപരവൽക്കരണം. നരേന്ദ്രമോദിയുടെ പ്രത്യേക വിഭാഗത്തെ എങ്ങനെയാണോ രാഷ്ട്രീയമായി സംഘപരിവാറിന്റെ മൂശയിൽ അതിനെ ചിത്രീകരിക്കുന്നത്, നുണ ഫാക്ടറികളിൽ അതിനെ പടച്ചുണ്ടാക്കുന്നത് എന്നതുപോലെ തന്നെ പെരുന്നുണകൾ ആവർത്തിച്ചുകൊണ്ട് വടകരയിലും ഇത് സംഭവിക്കുന്നു. ഇത് സംഭവിക്കാൻ പാടില്ല. ജനങ്ങളെ വർഗീയമായി, ജാതീയപരമായി, വംശീയമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ, അവർ രണ്ട് ചേരിയിലേക്ക് സൃഷ്ടിക്കുന്ന രീതിയിൽ LDF-ന്റെ ഭാഗത്തും UDF-ന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യമെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം അതാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്, പുന്നപ്പുറ വയലാറിനാണ് ഞാൻ വരുന്നത്. പക്ഷെ വയലാറിനേക്കാൾ കൂടുതൽ വിപ്ലവ വീരേതിഹാസങ്ങൾ രചിച്ചു എന്ന് പറയുന്ന കാവുമ്പായുടെയും ഒഞ്ചിയത്തിന്റെയും മൊറാഴയുടെയും തേവാകയുടെയും കഥ പറയുന്ന, ചരിത്രം പറയുന്ന ഈ വടകരയുടെ മണ്ണിൽ എന്തുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയം കൈമോശം വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയം കൈമോശം വരുന്നത്? DYFI-യുടെ അഖിലേന്ത്യാ നേതാവിനും അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരനും നാളെ UDF-കാരുടെ സമ്മേളനത്തിലും വടകരയെ കത്തിക്കുന്ന രീതിയിലേക്ക്, വടകര വർഗീയമായി തീവിടർത്തുന്ന രീതിയിൽ, വർഗീയമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ്? വടകരയെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. തലശ്ശേരി കലാപം മുതൽ അത് നമ്മൾ കേൾക്കുന്നതാണ്. കേരളത്തിലെ പ്രബലമായ രണ്ട് സാമൂഹ്യ വിഭാഗങ്ങൾ, ഒന്ന് മുസ്ലിങ്ങളാണെങ്കിൽ മറ്റൊന്ന് ഈഴ വിഭാഗമാണെങ്കിൽ, ഈ രണ്ട് സാമൂഹ്യ വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടാണ് വടകരയുടെ പാർലമെന്റ് മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും കഴിഞ്ഞ 10-20 വർഷക്കാലമായി നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾ. അതിൽ ചോര കുടിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. ഇതിൽ നിന്ന് കേരളത്തിലെ CPM നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? 7 വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് തൂണേരിയിൽ ഷിബിൻ എന്നൊരു ചെറുപ്പക്കാരനെ, CPM-കാരനെ, തെയ്യമ്പാട്ടിൽ ഇസ്മയിൽ എന്ന ഗുണ്ട, മുസ്ലിം ലീഗുകാരന്റെ ഗുണ്ടയാണെന്നാണ് പറയുന്നത്, കൊന്നപ്പോൾ ആ നാദാപുരം പ്രദേശങ്ങളിൽ തൂണേരിയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ
അത് പരിശോധിക്കാനും പഠിക്കാനും അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും വടകരയിലെത്തിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കറിയാം. എന്തായിരുന്നു ആ സംഭവം? ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു, അപലപിക്കപ്പെടേണ്ടതാണ്. ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിനു ശേഷം ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിം ഭവനങ്ങൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ അല്ലാതെയുള്ളവരുടെ ഭവനങ്ങളിൽ പോയി എങ്ങനെയാണ് ഇടതുപക്ഷ, പ്രത്യേകിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന അരാജക പ്രവർത്തനങ്ങൾ, അക്രമ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് പ്രത്യേകമായി ശവസംസ്കാരം നടക്കുന്ന വേളയിൽ പോലും പ്രത്യേകമായി സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ട് ഓരോ വീടുകളും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇറക്കി വിട്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ ഗൃഹോപകരണങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം മൊത്തം മുഴുവൻ കലാപാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് പോലീസിന്റെ മൂക്കിന് മുന്നിൽ അവരുടെ വാഴ്ചയ്ക്ക് മുമ്പിൽ ഏറ്റവും മൃഗീയമായ ഒരു അതിക്രമം നേരിട്ട് കണ്ടിട്ട് 5-6 വർഷമായുള്ളൂ. ഇവിടെ കൈനാട്ടിയിൽ അപ്പുറത്ത് ഹൈവേയിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടാണ് SDPI അന്ന് ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് അതിന് പങ്കെടുക്കാൻ വന്നൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് നാദാപുരവും അതല്ലെങ്കിൽ തൂണേരിയും പേരാമ്പ്രയും വടകരയിൽ ഓരോ പ്രദേശങ്ങളും കുറ്റിയാടിയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് സാമൂഹിക വിഭജനം സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിന് പിന്നാമ്പുറ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കണാരൻ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർഷക തൊഴിലാളി നേതാവായിരുന്ന പഴയ കണാരന്റെ കാലഘട്ടത്തിൽ തുടങ്ങി. എന്തിന്? അതിനു മുമ്പേ 1967 70-കളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന 70-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 69-ൽ പിളർന്ന് 70-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിശ്ചയത്തിനായി സംസ്ഥാന സെക്രട്ടറിയായി മാറിയ നമ്മുടെ CH കണാരൻ, അദ്ദേഹം എനിക്ക് തോന്നുന്ന ഇവിടെ ഈ പ്രദേശത്തുകാരനാണ്, അഴിയൂരുകാരനാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ സമുദായത്തെ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇപ്പുറത്ത് മുസ്ലിം പക്ഷത്തെ ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വർഗീയ വിഭജനം കളിക്കുന്നതിന്റെ എത്രയോ ദുരന്തങ്ങൾ ആവർത്തിച്ച് കണ്ടവരാണ് നമ്മൾ. ഇതിനെല്ലാം നമുക്ക് ഏതെങ്കിലും പക്ഷത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, മാറ്റി നിർത്താൻ കഴിയില്ല. ഇതിലൊന്നാമത്തെ കുറ്റവാളി CPM ആണെന്ന് പറയേണ്ടി വരും. ഞാനത് ആ പാർട്ടി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. റഹീം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ മിനിമം കഴിഞ്ഞ 10 വർഷക്കാലമായി 20 വർഷക്കാലമായെങ്കിലും ഇവിടെ നടക്കുന്ന വർഗീയ അന്തരീക്ഷത്തിന് തീ പിടിപ്പിച്ചത് ആരാണെന്ന് ആത്മവിമർശനപരമായി പറയാൻ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിൽ മതേതര ചേരി എന്ന നിലയിൽ ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത രീതിയിൽ ഫാസിസത്തിലേക്ക് രാജ്യം പോകുമ്പോൾ, ഭരണഘടന അപ്രസക്തമാകുമ്പോൾ, ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിന്റെ വെള്ളി വെളിച്ചം അവസാനിക്കാൻ പോകുന്ന ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിലേക്ക് പോകാതിരിക്കാൻ ഫാസിസ്റ്റ് വിരുദ്ധ ചേരി കോട്ടു ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തവരാണ്. ആ നിലപാടിൽ അത് ആത്മാർത്ഥമായി സ്വീകരിച്ചവരാണ് 20 പാർലമെന്റ് മണ്ഡലത്തിലും. പക്ഷെ 20 പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്തൊരു 19 പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത സംഭവം നമ്മൾ വടകരയിൽ തെരഞ്ഞെടുപ്പാനന്തരവും കാണുന്നു. നിങ്ങൾക്കറിയുമോ, ഷാഫി എന്നൊരു മുസ്ലിം വ്യക്തിത്വത്തെ ഷാഫി പറമ്പിലിന്റെ വ്യക്തി മഹാത്മ്യത്തെയോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മഹിമയൊന്നും നമ്മൾ വിലയിരുത്തേണ്ട കാലമുള്ള ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. പക്ഷേ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിലെയും UDF സ്ഥാനാർത്ഥികൾക്കില്ലാത്ത രീതിയിൽ ഷാഫിയിൽ ഒരു ചാപ്പ കുത്തുകയാണ്. ഷാഫി നല്ല മതേതരവാദിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഒരുപക്ഷെ രാഷ്ട്രീയമായ ഒരുപാട് നാടകങ്ങൾക്ക് ശേഷമായിരിക്കാം അദ്ദേഹം ഇവിടേക്ക് വന്നത്. പക്ഷേ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം വടകരയുടെ രാഷ്ട്രീയ അന്തരീക്ഷം നെടുകെ പിളരുകയായിരുന്നു. എന്തെല്ലാം പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം പ്രയോഗങ്ങളാണ് നമ്മൾ കണ്ടത്. വീഡിയോ മുറിക്കുന്നു, ചില സ്ഥാനാർത്ഥികളുടെ വീഡിയോ എടുത്തു മാറ്റുന്നു, കട്ട് ചെയ്യുന്നു, പല നിർമ്മിതികൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയയിൽ വിവിധങ്ങളായ ആംഗിളിൽ പ്രചരണം നടത്തുന്നു. അങ്ങനെ അതൊന്നും പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. കേരളത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വടകരയിൽ വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അപ്പുറത്തേക്ക്
അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അപ്പുറത്തേക്കും ഈ രീതിയിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ മോശമായ പരാമർശങ്ങൾ, വ്യക്തിഹത്യകൾ ഉണ്ടാകുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഈ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി 2 കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളെ വഞ്ചിച്ചൊരു വാഗ്ദാനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതെ പോയത്? അത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ BJP ഇറക്കിവിട്ട നുണപ്രചരണങ്ങളാണ്. ലോകത്തിന് മുന്നിൽ വിശ്വഗുരുവാണെന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ വടകരയിൽ കേരളത്തിൽ നടക്കേണ്ട ഒരു രാഷ്ട്രീയമായ സംവാദം എന്താ? ആ സംവാദം കഴിഞ്ഞ 7 വർഷം 8 വർഷക്കാലമായി പിണറായി വിജയൻ ചെയ്ത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ജനകീയമായ പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ LDF മറന്നുപോകുന്നു. പകരം അവർ മുസ്ലിം കത്തത്വങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, സ്ഥാനാർത്ഥികളുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പരാമർശിച്ചുകൊണ്ട് അവരുടെ സൈബർ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ വംശീയതയുണ്ടല്ലോ, ഇത് അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു. MV ഗോവിന്ദൻ മാസ്റ്ററോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, CPM-നോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, DYF എന്ന പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് പറയാറുണ്ട്. എരുതിയിൽ എണ്ണയൊഴിക്കാനുള്ള സംഭവങ്ങളല്ല നിങ്ങൾ ആവർത്തിക്കേണ്ടത്. കേരളത്തിലെ തൊഴിലാളികൾ, കേരളത്തിലെ യുവാക്കൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തിട്ടുണ്ടോ? കേരളത്തിലെ ഏറ്റവും അവസാനം ഇപ്പോൾ ഇന്ന് വരുന്ന വിവാദം നിങ്ങൾ കാണുന്നതല്ലേ? കേരളത്തിലെ പ്രബലമായ ഒരു സാമൂഹ്യ വിഭാഗത്തെ മുസ്ലിം സമുദായത്തിന് ഏകദേശം 90 ലക്ഷത്തിലധികം വരുന്ന ഒരു സമുദായത്തിന്റെ സാമുദായിക സംവരണത്തിൽ 1-2% കുറവ് വരുത്തുന്ന രീതിയിൽ അവരുടെ PSCയുടെ റൊട്ടേഷൻ, ആ റൊട്ടേഷനിൽ കുറവ് വരുത്തിക്കൊണ്ട് ഇവിടെ മറ്റൊരു സംവരണത്തിന്റെ പേരിൽ, എന്താണ്, ആശ്രിത നിയമനത്തിന്റെ പേരുള്ള സംവരണത്തിൽ, ആ സംവരണം മുസ്ലിം ടേണിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലുള്ള മുസ്ലിം സംവരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ നിലപാടിന് അതിനെയാണ് UDF പ്രതിരോധിക്കേണ്ടത്. അതിനെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രതിരോധിക്കേണ്ടത്, അല്ലെങ്കിൽ വടകരയിൽ പ്രതിരോധം ഉണ്ടാകേണ്ടത്. അതിന് പകരം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറയുകയാണ്. മുസ്ലിം സഹോദരങ്ങളും ഇവിടുത്തെ ഈഴവ സമൂഹങ്ങളും ദളിത് സമൂഹങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ, രാജ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമുക്കറിയാലോ എങ്ങനെയായിരുന്നു ഇവിടെ പെരുമാറിയത്. കയ്യൂർ സമരത്തിൽ, കേരളത്തിലെ വലിയ വിപ്ലവ വീര്യാതിഹാസങ്ങളിൽ അപ്പുവും ചിരുകണ്ഠനും അബൂബക്കറും അതുപോലെ കുഞ്ഞമ്പു നായരും അടക്കമുള്ളവർ രക്തസാക്ഷികളാകാൻ അന്ന് തൂക്കേറിലേക്ക് പോയൊരു നാടിന്റെ പേരാണ് ഈ വടക്കേ മലബാറെങ്കിൽ ആ മലബാറിന്റെ പാരമ്പര്യം കളഞ്ഞു കുളിക്കുന്നതിൽ CPM-ന് മുഖ്യ പങ്കുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയുമോ, കോൺഗ്രസിന്റെ ഈ പ്രയോഗമാണ് നരേന്ദ്രമോദിയുടെ ഫാസിസത്തെ തെരിച്ചു തോൽപ്പിക്കാൻ ഇന്ത്യ രാജ്യത്തവർ പരാജയപ്പെട്ടതുകൊണ്ടാണ് 2014 നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ നിഴലിലൂടെയാണ് അവർ യുദ്ധം ചെയ്തത്. അത് മാറ്റി ഈ രാജ്യത്തെ യഥാർത്ഥമായ ഒരു ഭരണഘടനയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ പരിശ്രമിക്കേണ്ട ഒരു പാർട്ടി, അവരുടെ UDF സംവിധാനം ഇത്തരം വർഗീയമായ അജണ്ടയിലേക്ക് വീഴാൻ പാടില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പറയാനുള്ളത്. യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താ? വിലക്കയറ്റം യഥാർത്ഥ പ്രശ്നമാണ്. ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് അത് വലിയ പ്രശ്നമാണ്. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്ന പോലെ കേരളം ഒന്ന് ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യനീതി പെൻഷൻ, സാമൂഹ്യനീതി സുരക്ഷിതമാകുന്നില്ല? നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 2019 ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ഏറ്റവും വലിയ കിരാതമായ ഒരു ഭരണഘടനാ ലംഘനം അത് നടത്തിയ കൂട്ടരാണ് ഈ 2 കൂട്ടരും. എന്തുകൊണ്ടാണ് അവർ ചർച്ച ചെയ്യാത്തത്? നരേന്ദ്രമോദി കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ജാതി സംവരണം, ചരിത്രത്തിൽ ആദ്യമായി മുന്നോക്ക ജാതികൾക്ക് മാത്രമായി പ്രത്യേകമായി സംവരണം ഏർപ്പെടുത്താനുള്ള ഈ രാജ്യത്തൊരു നിയമനിർമ്മാണത്തെ കേരളത്തിൽ നടപ്പിലാക്കിയത് CPM-ആണ്. അത് പറയാൻ ഏറെയും തയ്യാറാണോ? കേരളത്തിലെ 50,000 ഏക്കർ ഭൂമി ഇപ്പോഴും ഇടുക്കിയിലും പത്തനംതിട്ടയിലും അങ്ങ് കൊല്ലത്തുമടക്കമുള്ള 4-5 ജില്ലകളിൽ 50,000 ഏക്കർ, 5 ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിലെ വിദേശ കുത്തകളുടെ കയ്യിലിരിക്കുന്നു. 1 സെന്റ് തിരിച്ചു പിടിച്ച് കേരളത്തിൽ റെയിൽവേ പുറമ്പോക്കിൽ, റോഡ് വക്കിൽ, ആറ്റിറമ്പിൽ താമസിക്കുന്ന ഭൂരഹിതരായ ആദിവാസികൾക്കെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണം നടത്താൻ കേരളത്തിൽ ഇടതുപക്ഷം തയ്യാറാണോ?
പക്ഷേ ആ ഇടതുപക്ഷത്തോട് അത് ചോദിക്കാൻ UDF കഴിയുന്നില്ല, മുസ്ലിം ലീഗിന് കഴിയുന്നില്ല. രാജമാണിക്യം എന്ന് പറയുന്ന IAS ഓഫീസർ കേരളത്തിൽ റാങ്ക് റവന്യൂ കമ്മീഷണർ ആയിരിക്കുമ്പോൾ 7 വർഷം മുമ്പ് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ റിപ്പോർട്ട് കൊടുത്തതാണ്. 5.25 ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിൽ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കേരളത്തിൽ അനധികൃതമായി കുത്തകൾ കൈവശം വെക്കുന്നു. യഥാർത്ഥ കണക്കതല്ല. ഏകദേശം 10 ലക്ഷത്തോളം ഏക്കർ ഭൂമി കേരളത്തിൽ അനധികൃതമായി വിദേശ സ്വദേശ കമ്പനികളുടെ ഉണ്ട്. അത് തിരിച്ചു പിടിച്ച് കേരളത്തിൽ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കാൻ, കേരളത്തിലെ ഏറ്റവും ശക്തമായ കാർഷിക വിഭവങ്ങൾ ഇവിടെ വിളയിപ്പിച്ചുകൊണ്ട് ആദിവാസികൾക്കും ഭൂരഹിതർക്കും ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് ആ ഭൂമി ഉറപ്പു ചെയ്യുന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെ കുറിച്ച് കേരളത്തിലെ DYFIക്കോ യൂത്ത് കോൺഗ്രസിനോ കേരളത്തിലെ ഗവൺമെന്റിനോട് അഭിപ്രായം പറയാനില്ലേ? ഇതല്ലേ പറയേണ്ടത്? കേരളത്തിലെ നിയമന നിരോധനം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ചെറുപ്പക്കാർ തെരഞ്ഞെടുപ്പിന്റെ 3/4 മണിക്കൂറിന് മുമ്പും മുട്ടിലിഴഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടല്ലേ നിങ്ങൾ യൂത്ത് അലർട്ട് നടത്തേണ്ടത്? യൂത്ത് കോൺഗ്രസ്സുകാരാ നിങ്ങൾ? അത് അങ്ങനെയല്ലേ യൂത്ത് അലർട്ട് നടത്തേണ്ടത്? DYFIക്കാരാ? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള SDPക്ക്. അപ്പോൾ രാഷ്ട്രീയമായ നിരവധി വിഷയങ്ങൾ, രാഷ്ട്രീയമായ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് സംവാദാത്മകമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ആ സംവാദത്തിൽ പങ്കെടുക്കാൻ, അതിന് വേദി ഒരുക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തയ്യാറാണ്. പകരം രാജ്യത്ത് മുസ്ലിം ആയതുകൊണ്ട് അയാൾ വലിയ വർഗീയവാദിയ. മുസ്ലിം ആകുന്നത് തന്നെ പുതിയ കാലത്ത് വർഗീയതയാണല്ലോ. ഇത് നരേറ്റീവ് ആരാ സൃഷ്ടിച്ചത്? ഇന്ത്യയുടെ സംഘപരിവാറിന്റെ നുണഫാക്ടറികളാണ്. ഇത് ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് CPM പോകാൻ പാടില്ല, DYFI പോകാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിതാന്തമായി നമ്മളെ അലട്ടുന്ന വിഷയങ്ങൾ, യുവാക്കൾ തൊഴിലില്ലാതെ പെരുകുന്ന വിഷയങ്ങൾ, 10,000-കണക്കിന് ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യർ മൈഗ്രേറ്റ് ചെയ്ത് ആസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ അരക്ഷിതമായി ആകാശത്തേക്ക് നോക്കി നിന്ന് തൊഴിലില്ലാതെ കേരളത്തിൽ വീർപ്പുമുട്ടുമ്പോൾ യൂത്ത് അലർട്ട് നടത്തേണ്ടത് ആരാ? കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളാ. അത് UDFന്റെ യുവജന പ്രസ്ഥാനമാണെങ്കിലും LDFന്റെ യുവജന പ്രസ്ഥാനമാണെങ്കിലും അത് നടത്താൻ അവർ കഴിയുന്നില്ല. അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ്. അരാജകത്തിലേക്ക് രാജ്യം പോകും. വടകരയിലെ ചെറുപ്പക്കാരെ അരാജകത്തിലേക്ക് തള്ളിവിടാൻ പരസ്പരം വാളെടുത്തുകൊണ്ട്, പരസ്പരം ബോംബ് നിർമ്മിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബോംബ് ഉണ്ടാക്കുന്നവരെ പാർട്ടികൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സംഘർഷാത്മക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുന്നത് പോലെ, അർദ്ധരാത്രിയിൽ ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുന്നത് പോലെയാണ് വടകരയിൽ വർഗീയമായ ഈ ദുരാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചുവിടുന്നത്. കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് പോലും, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ലാതെ ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയുള്ളൂ UDFന്. അത് ഷാബി പറമ്പിലായിരുന്നു. ബാക്കി 2 മലപ്പുറത്താണ്. പക്ഷെ അവിടുത്തെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് പോലും ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം ഈ രാജ്യത്ത് വർഗീയതയുടെ വിഷം ചീറ്റുന്ന, തുപ്പുന്ന പ്രസംഗങ്ങൾ, എഴുത്തുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ മത്സരിക്കുകയാണ് വടകര. ആ വടകരയെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഒരുപാട് പേര് കേട്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. മുസ്ലിം കർത്തൃത്വത്തിന്റെ പേരിൽ, ദളിതരുടെ അസ്തിത്വത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും അസ്തിത്വമുണ്ട്. ഇന്ത്യ രാജ്യത്തെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രാതിനിധ്യം വേണം, അവരുടേതായ ഇടം കിട്ടണം, അവരുടേതായ ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ ജനാധിപത്യത്തിന്റെ ഒരു കൊടിക്കൂറയുമായി മുന്നോട്ട് വരുന്ന പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇത് കേരളത്തിൽ വടകരയിൽ ഞങ്ങൾ അനുവദിക്കയില്ല. അനുവദിക്കാൻ ജനങ്ങൾ തയ്യാറാകാൻ പാടില്ല. കാരണം മുസ്ലിങ്ങൾ അവകാശം വേണമെന്ന് പറയുന്നത്